ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ കേരളം അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളികളെ നേരിട്ട കാലമാണ്. 2018 നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ പ്രളയം, 19 ഏറെക്കുറെ അതിന് സമാനമായ പ്രളയം ആവർത്തിച്ചു. 2020 കോവിഡ് വന്നു, ഏറെക്കുറെ ഒരു കൊല്ലം ലോക്ക്ഡൗൺ ആയി. പ്രളയം കൊണ്ട് തന്നെ കേരളം തകർത്തെറിയപ്പെട്ടിരുന്നു. 30,000 കോടിയുടെ നഷ്ടം നമ്മൾ കണക്കാക്കി. കോവിഡിന്റെ ലോക്ക്ഡൗൺ കൂടിയായപ്പോൾ ഇരട്ടപ്രഹരമായി. അതിനു മുമ്പ് ഓഖി വന്നിരുന്നു. ഈ വെല്ലുവിളികളെല്ലാം സാധാരണഗതിയിൽ ഒരു സർക്കാരിനും താങ്ങാൻ കഴിയുന്നതല്ല. ഈ വെല്ലുവിളികളൊക്കെ ഉണ്ടായപ്പോൾ പലരും കരുതി നിവർന്നു നിൽക്കാൻ കഴിയാതെ പതറി വീഴും ഈ ഗവൺമെന്റ് എന്ന്. പക്ഷെ നമ്മൾ കണ്ടത് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു അതിജീവനത്തിന് കേരളത്തിലെ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നതാണ്. ഒന്നിനു പുറകെ ഒന്നായി വന്ന ഈ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും എല്ലാം പതറാതെ ധീരമായി നേരിട്ടുകൊണ്ട് ചരിത്രത്തിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ലോകം ശ്രദ്ധിച്ച മാതൃക തീർക്കാൻ ഒന്നാം പിണറായി സർക്കാരിന് കഴിഞ്ഞു. കോവിഡിന്റെ കാലത്ത് ലോകം തന്നെ കേരളത്തെ വാഴ്ത്തുകയുണ്ടായി. ലോകത്തെ ഏറ്റവും സമ്പന്നവും വികസിതവുമായ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെല്ലാം കൂട്ടക്കുഴിമാടങ്ങൾ ഒരുങ്ങിയപ്പോൾ, ലക്ഷക്കണക്കിന് ആളുകൾ കോവിഡിന്റെ ഇരകളായി മരിച്ചു വീണപ്പോൾ, ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും കൂട്ടച്ചിതകളുടെ ദൃശ്യങ്ങൾ നാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ, ലോകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ കോവിഡ് മരണനിരക്കുള്ള സംസ്ഥാനം, പ്രദേശമായി കേരളം മാറി. ഒരു ഗവൺമെന്റ്, തദ്ദേശ സ്ഥാപനങ്ങൾ എല്ലാവരും കൈകോർത്തു നിന്നപ്പോൾ മഹാമാരിയെയും മരണത്തെയും കൂട്ടമരണത്തെയും ഒക്കെ കേരളത്തിന് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞു. കേരളത്തിന്റെ ആ മാതൃക ലോകത്തിന്റെ മുഴുവൻ അംഗീകാരം നേടി. വളരെ പ്രസിദ്ധമായ ആഗോള മാധ്യമങ്ങളെല്ലാം എങ്ങനെയാണ് കോവിഡിനെ കേരളം നേരിട്ടത് എന്നതിനെക്കുറിച്ച് അനേകം വാർത്തകൾ കൊടുക്കുകയുണ്ടായി. ഇന്ത്യയിൽ കേരളം ഒരു അത്ഭുത സംസ്ഥാനമായി മാറി. ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ.